വെൽക്കം ബാക്ക് ടു ഐഷസ് അക്കാഡമി. അപ്പോൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ എം.കോം പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനായിട്ട് എം.കോം പ്രോഗ്രാം വിളിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലാണ് കേട്ടോ കാണിച്ചേക്കുന്ന. ഇതിനകത്ത് ഇവിടെ കണ്ടോ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിൻ്റെ ലിസ്റ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ്, കരിക്കുലം, എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ അപ്ലൈ നൗ കൊടുത്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിന് മുന്നേ നമുക്ക് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ കീഴിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രോഗ്രാംസ് എടുക്കുക. പ്രോഗ്രാംസ് എടുക്കുമ്പോൾ കണ്ടോ യു ജി പ്രോഗ്രാംസ് ഏതൊക്കെയാണ്? BA സോഷ്യോളജി ഓണേഴ്സ് ഉണ്ട്, BA ഹിസ്റ്ററി ഓണേഴ്സ് ഉണ്ട്. അടുത്ത് PG പ്രോഗ്രാംസിൽ MA സോഷ്യോളജി, MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA എക്കണോമിക്സ്, MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് ലാസ്റ്റ് വൺ നോക്കൂ M.Com ഫിനാൻസ്. ഇതാണ് ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കോഴ്സ്. അപ്പോൾ നമ്മൾ M.Com ഫിനാൻസ് കോഴ്സ് ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ നമുക്ക് കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ M.Com ഫിനാൻസ് ആണ്. കണ്ടോ ഇതിൻ്റെ എലിജിബിലിറ്റി പറഞ്ഞേക്കുന്നത് കണ്ടോ, BCom അല്ലെങ്കിൽ BBA പാസ്സായവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈൻ M.Com പ്രോഗ്രാമിന് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. മാർക്ക് പറയുന്നുണ്ട് വിത്ത് മിനിമം ഓഫ് 45% എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കുക. പിന്നെ OBC OEC കാൻഡിഡേറ്റ്സിന് 5% മാർക്സ് റിലാക്സേഷൻ പറയുന്നുണ്ട്. പിന്നെ ഫീ കൺസെഷൻ പറയുന്നത് കണ്ടോ, SC ST OEC സ്റ്റുഡൻസിന് എന്തുണ്ട്? ഫീസ് കൺസെഷനും പറയുന്നുണ്ട് M.Com പ്രോഗ്രാമിലത്തേക്ക്. ഇനി ഈ ഒരു M.Com പ്രോഗ്രാം 2 സ്കീമായിട്ടാണ് യൂണിവേഴ്സിറ്റി പ്രസൻറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. M.Com ഫിനാൻസ് സ്കീം A എന്ന് പറഞ്ഞാലേ കണ്ടോ ഓഫ്ലൈൻ എക്സാം 4 സെമസ്റ്റർ ഉണ്ട്. ഇതിൻ്റെ എക്സാം എങ്ങനെയായിരിക്കും? ഓഫ്ലൈൻ ആയിരിക്കും. ഇതിൻ്റെ കോഴ്സ് ക്ലാസ്സസ് ഒക്കെ വരുന്നത് ഓൺലൈനാണ്, പക്ഷേ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഓഫ്ലൈൻ എക്സാം ആയിരിക്കും. അതാണ് സ്കീം എയിൽ പറയുന്നത്. അതായത് നമ്മൾ ഡയറക്റ്റ് ചെന്ന് എക്സാം എഴുതണം, ക്ലാസ്സസ് ഒക്കെ ഓൺലൈൻ ആയിരിക്കും. ഓക്കെ, അവിടെ അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്കീമിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിന് എത്രയാണ് ഫീസ് ആവുന്നത്? 8400 രൂപയാണ് ഫീസ് ആകുന്നത്. ഓക്കെ, അത് ഏതാണ് സ്കീം? സ്കീം A ആണ്. അപ്പോൾ അവിടെ സ്കീം Aൻ്റെ പ്രത്യേകത എക്സാം എങ്ങനെയായിരിക്കും? ഓഫ്ലൈൻ എക്സാം ആണ്. നമ്മൾ ഡയറക്റ്റ് പോയി ഒരു സെൻറ്ററിൽ പോയി എന്ത് ചെയ്യണം? എക്സാം എഴുതണം. ഓക്കെ, അടുത്ത് പറയുന്നത് കണ്ടോ സ്കീം B എങ്ങനെയാണ്? ഓൺലൈൻ എക്സാം ആണ്. സ്കീം Bയുടെ പ്രത്യേകത ക്ലാസ്സസും ഓൺലൈനാണ്, എക്സാമും ഓൺലൈൻ ആണ് എന്നുള്ളൊരു ഫീച്ചറും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നൊരു വ്യത്യാസം, ഇവിടുത്തെ ഫീസ് ഓൺലൈൻ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഫീസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ 9450 രൂപയാണ് ഫസ്റ്റ് സെമസ്റ്ററിന് നമ്മൾ അടയ്ക്കേണ്ട ഫീസ്. അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഫീസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു ബെനിഫിറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ട? സെൻറ്ററിൽ പോകേണ്ട, എക്സാം നമുക്ക് എങ്ങനെ എഴുതാം? ഓൺലൈൻ എഴുതാം. അതുകൊണ്ട് തന്നെ ഫോറിൻ സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു കോഴ്സ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമ്മളെ കേരളത്തിലുള്ള സ്റ്റുഡൻസ് തന്നെ എബ്രോഡ് പോയി പഠിക്കും, ജോലിയൊക്കെ ചെയ്യുന്നവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഓൺലൈനായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കേസ് അറിഞ്ഞിരിക്കണം. M.Com 2 സ്കീമാണ്, സ്കീം A ആൻഡ് സ്കീം B എന്ന് പറയുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു പോർട്ടലിലോട്ട് ഇതിങ്ങനെ ലോഗിൻ ആയിട്ട് വരും. കണ്ടോ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് കണ്ടോ ഫ്രഷർ സ്റ്റുഡൻറ്റ്, രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ ഫ്രഷറായിട്ട് നമ്മളിത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതല്ലേ. അപ്പോൾ കണ്ടോ ഇതിനകത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ അവർക്ക് യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ഇത് ലോഗിൻ ചെയ്യാം. അല്ലാത്തവരാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇതുവഴിയാണ് നമ്മൾ കയറേണ്ടത്. ഈ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ DEB ID, ABC ID എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എൻഷുർ ചെയ്യുക. ഇവിടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കീഴിലായതുകൊണ്ട് അതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതെല്ലാം എടുത്ത് എൻഷുർ ചെയ്തിട്ട് മാത്രം നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് പോകും. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഉള്ള വിൻഡോ ഇങ്ങനെയാണ് കേട്ടോ വരുന്ന. രജിസ്ട്രേഷൻ ഫോം ഇങ്ങനെ വരും. പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക, ആപ്ലിക്കൻ്റെ ഫുൾ നെയിം കൊടുക്കുക. വീണ്ടും അഗെയിൻ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഏത് രാജ്യക്കാരനാണ്, നമ്മുടെ കൺട്രി ഓഫ് സിറ്റിസൺഷിപ്പ് ചോദിച്ചിട്ടുണ്ട്, ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ചോദിച്ചിട്ടുണ്ട്. വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും വാലിഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയും കൊടുത്തിട്ട് അതിനകത്ത് OTP വെരിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് ആ പ്രോപ്പർ രീതിയിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഐഷാസ് അക്കാഡമിയിൽ ഓൺലൈൻ MCOMൻ്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സസിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക്